നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 മിഥുനമാസം 24-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 8-ാം തീയതി ബുധനാഴ്ചയാണ്. സൗമ്യവാരം. സോമസ്യമത്യമ്പുമാൻ സൗമ്യ. ചന്ദ്രൻ്റെ പുത്രനാണ് സൗമ്യൻ ബുധൻ. ബുധനാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:12, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 12 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ ആ 1.5 മണിക്കൂർ സമയം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. വിവാഹത്തിന് വളരെ കേമമാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി. ഇന്ന് ബുധനാഴ്ചയാണ്, നല്ല ദിനമാണ്. അപ്രകാരം രേവതി നക്ഷത്രമാണ്. ഇന്ന് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടത്താൻ ഏറ്റവും നല്ലതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ധാരാളം വിവാഹങ്ങൾ ഇന്നത്തെ ദിനമുണ്ടാകും. കാരണം ബുധൻ അവതാര ദൈവങ്ങളാണ്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹ മുതലായ അവതാര ദൈവങ്ങളാണ്. രേവതി, ബുധൻ പവർഫുള്ളായ നക്ഷത്രമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി. അതിനാൽ ഇന്നത്തെ ദിനം അഷ്ടമി തിഥിയിൽ ഗുരുവായൂർ നിറയെ വിവാഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ അഷ്ടമി മറ്റൊരു കാര്യങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കില്ല. ഉച്ചയ്ക്ക് 12:20 വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നവമി തിഥിയാണ്, കറുത്തപക്ഷത്തിലെ നവമി. ചന്ദ്രൻ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. നവമി ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാറില്ല, രിക്താതിഥിയാണ്. അപ്രകാരം തന്നെ രേവതി നക്ഷത്രമോ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്രിക, ഭാഗ്യ, മൂലസ്ഥ, മക, ചിത്രാജ, രേവതി. കാർത്തിക, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം നദാതവ്യം. വാങ്ങരുത്, കൊടുക്കരുത്. തച്ഛേഷം വിനശ്യതി. അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും. അതിനാൽ സാമ്പത്തിക വിഷയത്തിന് വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ഇന്നത്തെ ദിനം അനുവദനീയമല്ല. അപ്രകാരം ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും. അതിനാൽ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റ് യാത്രകൾ അല്ലെങ്കിൽ മറ്റ് ചില കൂടിക്കാഴ്ചകൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയം കാലത്ത് 7:15 മുതൽ 8:15 വരെയുള്ള സമയമാണ്. തീർത്ഥാടനങ്ങൾ, ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഈ സമയം ഏറ്റവും അനുകൂലമാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സന്ദർശിക്കേണ്ടത് രേവതിയും ബുധനാഴ്ചയുമാകയാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല വെണ്ണ നിവേദ്യം ചെയ്യാം. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന് ജപിക്കുക. ഇന്ന് വൈകിട്ട് 3:45 കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രമായി. അശ്വതി ആരുടെ നക്ഷത്രമാണ്? കേതു ഭരിക്കുന്ന നക്ഷത്രമാണ്. അശ്വതി മകം മൂലം. കേതു ആരാണ്? രാഹുവിൻ്റെ, സർപ്പത്തിൻ്റെ വാലാകും. അതിനാൽ സർപ്പക്ഷേത്ര ദർശനം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി സർപ്പക്ഷേത്ര ദർശനം. അവിടെ സർപ്പങ്ങൾക്ക് ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ഒക്കെ ചെയ്യുവാൻ ഇന്നത്തെ ദിനം വളരെ അനുകൂലമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.